അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. വൈദേശിക ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അനന്തവിഹായസിലേക്ക് നടന്നു നീങ്ങിയ മഹത്തായ സുദിനമാണ് 1947 ഓഗസ്റ്റ് 15. നമുക്കറിയാം, കച്ചവടം മാത്രം ലക്ഷ്യം വെച്ച് വന്ന പറങ്കിപ്പടകളെയും കച്ചവടത്തിന് വേണ്ടി കടൽ കടന്നു വന്ന ബ്രിട്ടീഷ് കരാളഹസ്തങ്ങളെയും ആയുധങ്ങളുടെ പിൻബലമില്ലാതെ സമരത്തിലൂടെയും അഹിംസയിലൂടെയും ഈ രാജ്യത്തെ കരാളഹസ്തങ്ങളെ മുന്നോട്ട് നയിപ്പിച്ച, അവരെ ഇല്ലാതെയാക്കിയ ഒരു പറ്റം സ്വാതന്ത്ര്യ സമര സേനാനികളെ വിസ്മരിച്ചുകൂടാ. ഈ അവസരത്തിൽ നമുക്കറിയാം, ഗാന്ധിജിയും നെഹ്റുവും ടിപ്പുവും ആസാദും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചപ്പോ, ഈ രാജ്യത്തിനോ സ്വാതന്ത്ര്യമെന്ന മഹത്തായ സ്വപ്നത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഭാഗ്യം ലഭിച്ചതോ. ഈ രാജ്യത്തിന് ഒരു സുന്ദരമായ ഒരു ഭരണഘടനയുണ്ട്. ഈ രാജ്യത്തിന് വളരെ മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ആ മഹത്തായ ഭരണഘടനയില് ധാരാളം അവസരങ്ങള്, അവകാശങ്ങള് ഈ രാജ്യം മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഭരണഘടനാ ശില്പികള് ഈ രാജ്യത്തെ ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാലങ്ങൾ എടുത്തുകൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബഹുസ്വരത എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. ഏതൊരു ഭാഷ സംസാരിക്കുന്നവരും ഏതൊരു മതക്കാരനും ഭാഷ, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ രാജ്യമെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്. ഈ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പൂവുകൾ വിടർന്നിരിക്കുമ്പോൾ എന്ത് മനോഹരമാണ് കാണാൻ. എന്നാലോ ഈ രാജ്യത്ത് ചില ആളുകളുടെ അവസാന കാലത്ത് ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ചില അനിഷ്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില മതത്തിന്റെ മാത്രം ഹിന്ദു മതം മാത്രം, അതല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് നയിക്കുന്നത്. ഈ രാജ്യം ഒരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പൂവുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്നത് കാണാൻ എന്തൊരു മഹത്വമാണ്, ചന്തമാണ്. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതത്തിൽപ്പെട്ട ആളുകളും വ്യത്യസ്തമായ ജാതി, മതവർഗ, ലിംഗമില്ലാതെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു മഹത്വമാണ്. ആ മഹത്വത്തെ ഹനിക്കുന്ന വിധത്തില് രാജ്യത്തിന്റെ ജനങ്ങളിലേക്ക് വ്യത്യസ്തമായ തീവ്രവാദ ആശയങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നാം ഒരിക്കലും സഹിച്ചുകൂടാ. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മതേതരത്വത്തിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ രാജ്യത്ത് ഏതൊരു മതം സ്വീകരിക്കുവാനും ഏതൊരു മതം അനുഷ്ഠിക്കുവാനും ഏതൊരു മതം പ്രചരിപ്പിക്കുവാനും ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാലോ ഇന്ന് നാം കണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വപ്നമാണോ എന്ന് പോലും നാം ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ള പല ഹീനമായ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ആയതിന്റെ പേരിലോ അതല്ലെങ്കിൽ ന്യൂനപക്ഷമായതിന്റെ പേരിലോ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള അവകാശ നിഷേധനങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണോ നമ്മുടെ പൂർവസൂരികളായ മഹത്തുക്കള് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് നാം ആലോചിച്ചു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാജ്യം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു അവസരമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത്
എയർപോർട്ടും അതുപോലെ തന്നെ മറ്റുമൊക്കെ അദാനി പോലത്തെ മറ്റു കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ ഈ രാജ്യം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജുഡീഷ്യറിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, കോടതിക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യം പോലും ഇല്ല. ജുഡീഷ്യറിയും കോടതിയും എല്ലാ സകല നില കാലങ്ങളിലുള്ള ആളുകൾ പോലും ഇന്ന് ഭരണകൂടത്തിന്റെ ചൊൽപ്പടിയിൽ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം എല്ലാ ബഹുസ്വരതയുള്ള രാജ്യമാണ്, മതേതരമുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിലെ സർവ്വജനങ്ങൾക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. അത് എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ പാപ്പരനായാലും ഈ സ്വാതന്ത്ര്യം നാം അതിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കേണ്ടത്. 1947 ഗാന്ധിജിയെ പോലത്തെ ഒരു പറ്റം പണ്ഡിതന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ രാജ്യത്തെ ഉമ്മത്തിനൊക്കെ, ഈ രാജ്യത്തെ ജനങ്ങള് അതിൻ്റെതായ രീതിയിലൂടെ കടന്നു പോകാനാണ്, ഈ രാജ്യത്ത് സ്വതന്ത്രമായി നടക്കാനാണ്. അതുപോലെ നമുക്കറിയാം ഇന്ത്യയിലെ എത്ര പാവപ്പെട്ട ആളുകളാണ് ഉള്ളത്, ഇന്ത്യയിലെ എത്ര പാവപ്പെട്ടവരാണുള്ളത്. മുംബൈയിലെ ധാരാവി പോലത്തെ പ്രദേശത്തില്, ചേരി പ്രദേശത്തില് ഏകദേശം 80 ആളുകൾക്കൊരു ബാത്റൂമാണുള്ളത്. ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് പോലും നാം ചിന്തിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഈ രാജ്യം നമ്മുടേതാണ്. ഇത് ഏതൊരാളുകൾ പുറമേ നിന്ന് വന്ന ആളുകൾക്ക് കൊണ്ടുപോകാനുള്ളതല്ല. അത് തന്നെയാണ് ഗാന്ധിജിയും ടിപ്പുവും നെഹ്റുവും ആസാദിനെ പോലത്തെ പ്രമുഖരായ വ്യക്തിത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ത്യ ഹിന്ദു കാ നഹി ഹൈ, ഇന്ത്യ മുസൽമാൻ കാ നഹി ഹൈ, ഇന്ത്യ ക്രിസ്ത്യൻ കാ നഹി ഹൈ, ഇന്ത്യ കിസി കാ പാർട്ടി നഹി ഹൈ, ഇന്ത്യ സബ്കാ ഹൈ എന്ന മഹത്തായ ആശയം നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തില് വരുന്ന കാലയളവിലൊക്കെ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യം വെക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.